ഈ ഇർച്ചക്കബത്ത് എന്ന് പറയുന്ന വരിയൊക്കെ അള്ളാഹുവിന്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രണയിക്കുന്ന ഒരാൾക്കല്ലാതെ ചൊല്ലാൻ പറ്റില്ല എന്നാണ്. അത് മുത്തുനബിയോട് അടങ്ങാത്ത മഹബത്തുള്ള ഒരാളുടെ വായിൽ നിന്ന് ഇർത്തക്കബത്ത് വരുള്ളൂ. എന്താ അതിന്റെ അർത്ഥം? എണ്ണവും വണ്ണവുമില്ലാത്ത പാപങ്ങൾ ഒരുപാട് ചെയ്തു പോയി ഞാൻ. ഒരുപാട് പാപങ്ങളുടെ വാഹനം കയറിയവനാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് കയ്യും കണക്കില്ലാത്ത പാപങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. നബിയെ, ഞാൻ അങ്ങയോട് സങ്കടം പറയാണ് യാ റസൂലല്ലാഹ്. ചില ആളുകൾ നബിയോട് പ്രാർത്ഥിക്കണമെന്നാണ്. ഇതിലെവിടെ പ്രാർത്ഥന? ഞാൻ എന്റെ സങ്കടങ്ങളെ ആരോടാ പറയേണ്ടത്? എനിക്ക് ഏറ്റവും അടുത്ത എന്റെ ഹബീബിനോടല്ലാതെ. വിശുദ്ധമായ സൂറത്തുൻ നിസായിലെ ഒരു ആയത്തിന്റെ അർത്ഥം കൂടെയാണ് യഥാർത്ഥത്തിൽ ഇത്. നബിയോട് പറയാൻ, നബിയെ ഞാൻ ഒരുപാട് പാപം ചെയ്തു പോയി, സങ്കടം ബോധിപ്പിക്കാൻ അങ്ങ് എനിക്ക് വേണ്ടി അള്ളാഹുവോട് ദുആ ചെയ്യണേ നബിയെ. സൂറത്തുൻ നിസായിലെ 64-ാമത്തെ ആയത്ത്, വലൗ അന്നഹും ഇദ്ദലമൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. എന്താ പറഞ്ഞത്? വലൗ അന്നഹും ഇദ്ദലമൂ അൻഫുസഹും, മനുഷ്യന്മാരെ അവർ തെറ്റ് ചെയ്തിട്ട് ജാഊക അങ്ങയുടെ അടുക്കൽ വന്നാൽ. അപ്പൊ തെറ്റ് ചെയ്തിട്ട് ആരുടെ അടുക്കൽ വരണം? ആരുടെ അടുക്കൽ വരണം? എന്തിനാ മുത്തുനബിയുടെ അടുക്കൽ പോകണത്? നമ്മൾ നമ്മുടെ സങ്കടം പറയാം അല്ലേ? തെറ്റ് ചെയ്തിട്ട് ജാഊക അങ്ങയുടെ അടുക്കൽ വന്നാൽ, എന്നിട്ടോ ഫസ്തഗ്ഫറുല്ലാഹ് അവർ അള്ളാഹിനോട് പൊറുക്കലിനെ തേടിയാൽ. അപ്പൊ നമ്മുടെ സങ്കടം ബോധിപ്പിക്കാൻ ഉള്ള അത്താണിയാണ് ആര്? സയ്യിദുനാ റസൂലുള്ളാഹ്. നമ്മളവിടെ സങ്കടം ബോധിപ്പിച്ചിട്ട് നമ്മൾ അള്ളാഹിനോട് വരുന്നാൽ മാത്രല്ല, വസ്തഗ്ഫറ ലഹുമുർ റസൂൽ അവർക്ക് വേണ്ടി മുത്തുനബിയും അള്ളാഹിനോട് പൊറുക്കലിനെ തേടിയാൽ. അപ്പൊ നമ്മൾ ആദ്യം പോയി സങ്കടം പറയേണ്ടത് ആരോടാ? ഹബീബ് റസൂലുള്ളാഹ്. ശിക്കായത്ത്, നമ്മളോട് സങ്കടം ബോധിപ്പിക്കുകയാണ്. ആ സങ്കടം ബോധിപ്പിക്കുമ്പോ നമ്മൾ അള്ളാഹിനോട് ദ്വാരക്കുന്നു. മുത്തുനബി നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, അള്ളാഹ് ഏറെ പൊറുക്കുന്നവനായി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അള്ളാഹ് നമ്മുടെ പാപം പുറത്തു തരാൻ മുത്തുനബി നമ്മുടെ കാര്യം ഒന്ന് ഏറ്റെടുത്താൽ മതി. അതിനാണ് ഈ പണിയൊക്കെ. ഒന്ന് ഉറക്കെ ചൊല്ലിക്കേ, ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്റിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു. ഇനി ആരെങ്കിലും അറിവില്ലാത്ത സാധുക്കൾ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ വരി ഓതിയിട്ട് കണ്ടില്ലേ നബിയോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഓ ചങ്ങാതി, ഇത് ഞങ്ങളുടെ നബിയോട് ഞങ്ങൾ സങ്കടം പറയാൻ, ഞങ്ങളുടെ അത്താണിയാണ് മുഹമ്മദ് മുസ്തഫ, പ്രാർത്ഥനയ്ക്ക് അല്ലാഹുവോട് ആ ഉടായ്പം കൊണ്ട് ഇനി അടുത്തോട്ട് വരണ്ടെന്ന് പറയാനുള്ള ചങ്കൂറ്റം നമുക്കുണ്ടാവണം. ഉണ്ടാവൂലേ? അള്ളാഹു ഈമാനുള്ള അഹ്ലുസുന്നയുടെ ആൺകുട്ടികളായി നമ്മളെ മാറ്റി തീർക്കുമാറാകട്ടെ.